ന്യൂസ് ഇടുക്കി. മൂന്നാറിലെ മഴക്കാലത്തിന് ഇനി ഫുട്ബോളിന്റെ ആവേശവും പ്രകൃതിയുടെ മനോഹാരിതയും കായിക മത്സരങ്ങളുടെ ആവേശവും ഒരുമിപ്പിച്ച് സഞ്ചാരികളെയും ഫുട്ബോൾ പ്രേമികളെയും ഒരുപോലെ ആകർഷിക്കാനാണ് മൂന്നാറിലെ ഗ്രീൻസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് ഒരുക്കുന്നത്. ഇടുക്കി ഉൾപ്പെടെ 32 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മൂന്നാർ ഗ്രീൻസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് 4ാമത് റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ 9 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനവും മത്സരങ്ങളും തുടങ്ങും. മഴയെ ആഘോഷമാക്കി മാറ്റുന്ന ഈ മത്സരം പ്രാദേശിക ടീമുകൾക്കൊപ്പം മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും വ്യത്യസ്തമായ അനുഭവമൊരുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ജില്ലയിൽ നിന്നുൾപ്പെടെ 32 ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് 16 ടീമും ഇടുക്കിയുടെ പുറത്തുനിന്ന് 16 ടീമും ആണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നാം സമ്മാനമായി 50,000, രണ്ടാം സമ്മാനമായി 25,000, മൂന്നാം സമ്മാനമായി 10,000, നാലാം സമ്മാനമായി 5,000 രൂപയാണ് സമ്മാനത്തുക. അതുകൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും അതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇടുക്കി ജില്ലയുടെ പുറത്തു വരുന്ന ആളുകൾക്കുള്ള താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ മൺസൂൺ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് മൂന്നാറിൽ നിരവധി ആളുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. മഴയും മൂടൽമഞ്ഞും പച്ചപ്പും നിറഞ്ഞ മൂന്നാറിൽ കായിക മത്സരത്തിന്റെ ആവേശം കൂടി ചേർത്ത് മൺസൂൺ ടൂറിസത്തിന് പുതിയ ഉണർവ് നൽകുകയാണ് റെയിൻ 40 ലക്ഷ്യമിടുന്നത്. മഴയെ ആസ്വദിക്കാനും ഫുട്ബോളിന്റെ ആവേശം പങ്കിടാനും ഒരുമിച്ച് അവസരമൊരുക്കുന്ന ഈ വേറിട്ട മത്സരം ഇത്തവണയും മൂന്നാറിലെ മൺസൂൺ ആഘോഷങ്ങൾക്ക് കൂടുതൽ നിറം പകരുമെന്നാണ് പ്രതീക്ഷ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. മൂന്നാറിൽ നിരോധിത പ്ലാസ്റ്റിക്കിനെതിരെ കർശന നടപടിയുമായി ഗ്രാമപഞ്ചായത്ത്. പരിശോധനയിൽ നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലെ ശീതള പാനീയങ്ങളും പിടിച്ചെടുത്ത് വ്യാപാരികൾക്ക് പിഴ ചുമത്തി. ഓഗസ്റ്റ് 1 മുതലാണ്